ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല മട്ടൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. മട്ടൻ കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 4 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞതും, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 4 പച്ചമുളകും 4 ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മട്ടൺ മസാലയും കൂടി ചേർത്ത ശേഷം ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായി തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യത്തെ 3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച ശേഷം 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മട്ടൻ വേവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങയും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്ത കുറച്ച് കാഷ്നട്ടും കൂടി നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മട്ടൻ എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത ശേഷം ചെറുതീയിൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പിടി മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചെറിയുള്ളി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 5 ചെറിയുള്ളി അരിഞ്ഞതും 3 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായി ഒന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വളരെ രുചികരമായിട്ടുള്ള മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിപ്പത്തിരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്.
ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.